ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ. അപ്പോൾ ഇന്നത്തെ റെസിപ്പി ന്യൂ ഇയർ ആയിട്ട് ഒരു സ്പെഷ്യലായിട്ടുള്ള ഒരു മെഴുക്ക് വരട്ടിയാണ് കേട്ടോ. നമ്മുടെ നാടൻ പച്ച ഏത്തയ്ക്ക കൊണ്ടുള്ള ഒരു മെഴുക്ക് വരട്ടി. അപ്പോൾ ഈ രീതിയിലൊന്ന് നിങ്ങളൊന്ന് തയ്യാറാക്കി നോക്കിയാൽ നല്ല ടേസ്റ്റാണ്. നമുക്ക് കഴിക്കാൻ ഇഷ്ടമല്ലാത്തവർക്ക് പോലും കഴിച്ചു പോകുന്ന നല്ല ടേസ്റ്റുള്ള ഒരു മെഴുക്ക് വരട്ടിയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ അതിന് വേണ്ടി 2 ഏത്തവാഴയ്ക്ക എടുത്തിട്ടുണ്ട്. അതിൻ്റെ തൊലി ഒന്ന് ചെത്തി മാറ്റി കൊടുക്കാം. അപ്പോൾ തൊലി പൂർണ്ണമായിട്ടും അത് നീക്കം ചെയ്യേണ്ട ആവശ്യമില്ല. ഇത് തൊലി നമ്മുടെ വയറ്റിന് അൾസറിന് അതേപോലെ അസിഡിറ്റിക്കൊക്കെ ഇതിൻ്റെ തൊലിയും അതേപോലെ അതിൻ്റെ കറിയും നല്ലതാണെന്നാണ് പറയുന്നത്. അപ്പോൾ ഞാൻ മൊത്തം ക്ലീൻ ചെയ്യുന്നില്ല. എന്നിട്ട് നന്നായിട്ടൊന്ന് കഴുകിയ ശേഷം ഇത് 4ആയിട്ടൊന്ന് പിളർന്നു നീളത്തിലൊന്ന് പിളർന്നതിന് ശേഷം ചെറുതായിട്ട് നൈസായിട്ടൊന്ന് അരിഞ്ഞെടുക്കാം. നമ്മളിൽ മറ്റേ വാഴക്ക ഉണ്ടല്ലോ, പൊന്തങ്ക, അതേപോലെയല്ല, അതിനെക്കാട്ടിലും കുറച്ച് വേവ് കൂടുതലാണ് നമ്മുടെ ഏത്തവാഴക്കായ്ക്ക്. അതുകൊണ്ട് കുറച്ച് തിന്നായിട്ട് അരിഞ്ഞെടുക്കുക. ഞാനിപ്പോൾ കുറച്ച് വലിപ്പം കൂട്ടിയാണ് അരിഞ്ഞേക്കുന്നത്. ഇതേപോലെ അല്ലാതെ കുറച്ചും കൂടെ തിന്നായിട്ട് അരിഞ്ഞെടുക്കുക. അപ്പം നമുക്ക് പെട്ടെന്ന് വെന്ത് കിട്ടും. അപ്പോൾ ഈ അരിഞ്ഞെടുത്ത വാഴയ്ക്ക ഞാൻ കുറച്ച് വെള്ളത്തിലോട്ട് ഇട്ട് വെക്കുകയാണ്. അപ്പോൾ കൂടെ തന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പം നമുക്ക് കുറച്ച് നേരം ഇങ്ങനെ ഇട്ട് വെച്ചാൽ ഇത് കറയെല്ലാം മാറും. അല്ലെങ്കിൽ നമ്മൾ കയ്യിലൊക്കെ കറുത്തിരിക്കും, കയ്യിലും നഖത്തിൻ്റെ അടപ്പാവും എല്ലാം കറുത്തിരിക്കും. അതുകൊണ്ട് കുറച്ച് നേരം ഒരു 10 മിനിറ്റത്തേക്ക് നമുക്ക് മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ട് വെള്ളത്തിലൊന്ന് മുക്കി വെക്കാം. അതിനുശേഷം നല്ല വെള്ളത്തിൽ നന്നായിട്ടൊന്ന് കഴുകിയെടുത്തിട്ട് നമുക്കിനി വേവിക്കാൻ വേണ്ടി എടുക്കാം. അതിനു വേണ്ടി ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂൺ മുളക് പൊടിയും ആവശ്യത്തിന് ഉപ്പും പിന്നെ 1 ഗ്ലാസ് വെള്ളവും കൂടെ ഒഴിക്കുന്നുണ്ട്. അതും കൂടെ ചേർത്ത് നമുക്ക് ഒന്ന് വേവിക്കാൻ വെക്കാം. ഒന്ന് ലോ ഫ്ലെയിമിലിട്ട് വേവിച്ചാൽ മതി കേട്ടോ. ഇനി ഇതിലേക്ക് വേണ്ടി ഞാൻ കുറച്ച് ചുവന്നുള്ളി എടുത്തിട്ടുണ്ട്. ഒരു കൈപ്പിടി അളവിൽ ചുവന്നുള്ളി എടുത്തിട്ടുണ്ട്. 2 വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. പിന്നെ 1 പച്ചമുളകും. ഇത് നമുക്ക് നന്നായിട്ടൊന്ന് ചതച്ച് വെക്കാം. നമുക്ക് മെഴുക്കുവരട്ടിക്ക് വേണ്ടിയുള്ള ഒരു സ്പെഷ്യൽ കൂട്ടാണ് കേട്ടോ. ഇപ്പോൾ വാഴയ്ക്കയിൽ വെള്ളമെല്ലാം വെച്ചിട്ട് നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതേപോലെ ഉടയാതെ വേണം എടുക്കാൻ കേട്ടോ. ഇതേപോലെ കുറച്ച് വെള്ളമുണ്ട്, അത് നമുക്ക് പിന്നെ അത് വറ്റിച്ചെടുക്കാം. അപ്പോൾ ഇതേപോലെ ഉടയാതെ നോക്കണം, അപ്പോൾ അടിയിൽ പിടിക്കാതെ നോക്കണം. അതുകൊണ്ട് ഫ്ലെയിം നന്നായിട്ട് കുറച്ച് വെച്ചിട്ട് അത് വേവിച്ചെടുക്കാവുള്ളൂ കേട്ടോ. നമുക്കൊരു കടായി അടുപ്പത്ത് വെച്ച് ചൂടാക്കാം. ചൂടായ ശേഷം നമുക്ക് ഇതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. വെളിച്ചെണ്ണ നന്നായിട്ടൊന്ന് ചൂടായിട്ട് വരുമ്പോഴത്തേക്ക് ഇതിലേക്ക് 1 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. കടുക് ഒന്ന് നന്നായിട്ടെല്ലാം പൊട്ടി വരുമ്പോഴത്തേക്കും നമ്മൾ ആ ചതച്ച് വെച്ച ഉള്ളിയും അതേപോലെ പച്ചമുളകും വെളുത്തുള്ളിയും കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ അത് ചേർത്ത് ഒന്ന് വഴറ്റിയെടുക്കാം. കൂടെ ഒരു 2 കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതൊക്കെ നല്ല ബ്രൗൺ കളർ ആവേണ്ട ആവശ്യമില്ല, ഒന്ന് വാടി വന്നാൽ മതി. വാടി വരുന്ന ആ സമയത്ത് നമുക്കിതിലേക്ക് 1 ടീസ്പൂണ് ചില്ലി ഫ്ലേക്സ് ഇട്ട് കൊടുക്കാം. അത് എരിവിന് ആവശ്യമായിട്ടുള്ള ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പം ചിലർക്ക് എരിവ് കൂടുതൽ ഇഷ്ടമാണ്, ചിലർക്ക് എരിവ് തീരെ ഇഷ്ടമല്ല. അപ്പോൾ ഈ ചില്ലി ഫ്ലേക്സ് ചേർക്കുന്നതുകൊണ്ടാണ് നമ്മൾ വേവിക്കുന്ന സമയത്ത്, അത് ഏത്തവാഴയ്ക്ക വേവിച്ച സമയത്ത് 1/2 ടീസ്പൂൺ മാത്രം മുളക് പൊടി ചേർത്ത് കൊടുത്തത്. പിന്നെ ഇതിൽ ഞാൻ ചേർത്ത് കൊടുത്തത് കുരുമുളക് പൊടിയാണ്. അതും ഒരു 1/2 ടീസ്പൂൺ മാത്രമേ ഉള്ളൂ, ഒരു ഫ്ലേവറിന് വേണ്ടി മാത്രം. അപ്പോൾ അതും കൂടെ ചേർക്കുമ്പോൾ ഈ മസാലയ്ക്ക് ഒരു പ്രത്യേക ടേസ്റ്റ് ആട്ടോ. കുരുമുളക് പൊടി ചേർക്കാതിരിക്കരുത്, സ്കിപ്പ് ചെയ്യരുത്. അപ്പം അതും കൂടെ ചേരുമ്പം ഈ മസാലയ്ക്ക് നല്ലൊരു ടേസ്റ്റും നല്ലൊരു മണവുമാണ്. എന്നിട്ട് നമുക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന വാഴയ്ക്കായും കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതിൻ്റെ വെള്ളം ഒന്ന് വാർന്ന് കിട്ടുന്നിടം വരെ ഒന്ന് വഴറ്റി കൊടുക്കാം. അപ്പം നന്നായിട്ടൊന്ന് ഡ്രൈ ആകുമ്പോഴത്തേക്ക് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പോൾ നല്ല ടേസ്റ്റുള്ള ഒരു മെഴുക്ക് വരട്ടിയാണ്. എല്ലാവരും തീർച്ചയായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഉപ്പ് കുറച്ച് കുറവുണ്ടായിരുന്നു, അപ്പോൾ ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഈ ഏത്തവാഴക്ക ആണെങ്കിലും അതേപോലെ സാധാ വാഴക്ക ആണെങ്കിലും അതേപോലെ കുക്ക് ചെയ്യുമ്പോൾ നോൺ സ്റ്റിക്കിൽ കുക്ക് ചെയ്യാൻ നോക്കുക, അല്ലെങ്കിൽ അടിയിൽ പിടിക്കാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് നമുക്ക് തനതായിട്ടുള്ള രീതിയിൽ, അതിൻ്റെ ടേസ്റ്റ് ആയിട്ടുള്ള രീതിയിൽ നമുക്ക് ചെയ്തെടുക്കാൻ ഒക്കത്തില്ല. കാരണം അലൂമിനിയം പാത്രമായാലും സ്റ്റീൽ പാത്രമായാലും അടിക്ക് പിടിക്കും. ഇപ്പോൾ നോൺ സ്റ്റിക്കാണ് നമുക്ക് ഇതിന് നല്ലത്, കാരണം ഇതിന് കുറച്ച് കറയൊക്കെ ഉള്ളതാണല്ലോ. അതുകൊണ്ട് നമുക്ക് ഈ നോൺ സ്റ്റിക്കിൽ കുക്ക് ചെയ്യുന്നതായിരിക്കും കൂടുതൽ നല്ലത്. അപ്പോൾ നമ്മുടെ നാടൻ ഏത്തവാഴക്ക മെഴുക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടില്ലെന്ന് ലൈക്കും അതേപോലെ ഷെയറും കമൻറ്റും സബ്സ്ക്രൈബും ചെയ്യാൻ മറന്നു പോരുത് കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്യാനും അതേപോലെ ഓൾ എന്ന ഓപ്ഷൻ ഒന്ന് എനേബിൾ ചെയ്യാൻ മറന്നു വരുത്. അപ്പോൾ ഓക്കെ, താങ്ക് യു. എല്ലാവർക്കും ഒരിക്കൽ കൂടി ഹാപ്പി ന്യൂ ഇയർ.